ഓ അതൊന്നും നടപ്പൂച്ചാവുന്ന കേസാന്ന് തോന്നില്ല എന്റെ മക്കളെ. നടക്കോ? ഇടി ഈ വീട്ടിൽ ആര് വിചാരിച്ചാലും നടക്കും. പക്ഷെ ആരും വിചാരിക്കണില്ല. എല്ലാരും പറയും അപ്പുറത്തെ ആള് മേടിച്ചു അടുത്ത ആള് മേടിച്ചു അല്ല ആരും മേടിച്ചു തരാൻ പോണില്ല. ഫോൺ കിട്ടിയ എന്നെ മറക്കല്ലേ. പോടി വിടുന്നു. ഫോൺ കിട്ടിയാ മറക്കല്ലേ. ആദ്യം ഫോൺ കിട്ടട്ടെ. ഓ ഇരിക്കണ അതിന് കുറച്ച് പൈസ എടുത്ത് ഐസ്ക്രീം അയച്ചാലേ. കൊച്ചാ വേണ്ടല്ലേ. നീ രാവിലെ പിച്ചെടുക്ക ഇറങ്ങിയ നല്ല കളക്ഷൻ ഉണ്ടല്ലോ. ഇത് കാശിച്ചാ എവിടെ നമ്മുടെ ജനസേവാ കേന്ദ്രത്തിലെ 2 ദിവസം കളക്ഷൻ. നീ ഇഞ്ഞു കൊണ്ടുവന്നാ? ഓ അച്ഛാ ഇതിപ്പോ കൊണ്ട് ബാങ്ക് ഇടണം. ബാങ്ക് ഇടാനാ? ഓ ആരെ പേരില്? നമ്മുടെ ഉഷേച്ചിന്റെ അക്കൗണ്ടില്. നിനക്ക് അക്കൗണ്ട് ഒന്നുമില്ലേ? എനിക്ക് അക്കൗണ്ടാ? ഓ അപ്പൊ ജോയിന്റ് അക്കൗണ്ട് അല്ലേ? ജോയിന്റ് അക്കൗണ്ട് ഒന്നും അല്ലേ. മക്കളെ സൂക്ഷിക്കണം. ആരെയും വിശ്വസിക്കാത്ത കാലമാണ് ഈ പാർട്ടീഷൻ എന്ന് പറഞ്ഞാല്. അച്ഛന് പേടിയാണ്. അച്ഛാ എനിക്ക് ഉഷ ചേച്ചിയെ നല്ല വിശ്വാസമാണ്. ഇവിടെ വിശ്വസിക്കാൻ പറ്റാത്ത നിങ്ങളൊക്കെയാണ്. നിങ്ങളൊക്കെ പറ്റിക്കും. കുടിച്ച വെള്ളത്തിൽ ഇവിടെ ഒന്നിനെ വിശ്വസിച്ചുകൂടാ. അച്ഛനെ ഉദ്ദേശം നീ പറഞ്ഞ എല്ലാരും ചേർത്ത് നീ ഓവറാക്കലാണ്. നിന്റെ ആവശ്യത്തിന് ഞങ്ങൾ ഫോൺ മേടിച്ചെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞങ്ങള് ദുഷ്ടന്മാരാക്കണ്ട കേട്ടാ. അതെ നീ തുടങ്ങി വെച്ച സേവാകാര്യത്തിൽ ടെൻഷൻ റിസ്ക് എന്തെങ്കിലും അത് നീ തന്നെ അനുഭവിക്കണം. ഇത് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി തരികടന്ന് വിളിക്കണേ. ആരാ? കേശൊന്നും ഇടില്ല. ഞാൻ ലച്ചുവാണ്. അതെ ഒരു കാര്യം പറയട്ടെ. ഇനി മേലെ ആ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ എന്നെ ഫോണിലേക്ക് വിളിച്ചാണ് എന്നെ സ്വഭാവമുള്ള കാര്യം ഞാൻ പറയാം. മറ്റവനാവ് നോക്കുകയാണ്. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. ഇന്ന് മുതൽ ഞങ്ങളുടെ ഫോണിൽ നിന്റെ വല്ല പരിപാടി വിളിച്ച് ആൾക്കാർ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല ഇനി അടുത്തത്. ഞാൻ നേരെ സേവാ കേന്ദ്രത്തിൽ വരും. നീയും നിന്റെ ഉഷയിച്ച് ഒരുമിച്ചിരുന്ന് തന്നെ വായി നേക്കേണ്ടി വരും കേട്ടാ. ഉള്ളൊരു കാര്യം പറയാം. അല്ല പിന്നെ 8 മുട്ടും തിരിയാത്ത പിള്ളേരെ പിടിച്ച് പാർട്ട്ണർ ആക്കിയിരിക്കണ്. ആ ഉഷയിച്ചിക്ക് ഭ്രാന്താണാ? ഇതിന് ഫോൺ വല്ലതും പറ്റിയാ? എന്തെങ്കിലും പറ്റിയാണെങ്കിൽ നിന്നെ ഞാൻ നാട് കടത്തിയേനെ കേശു. നിർത്ത് ഇവിടെ നാടിയത് മതി. കൊച്ചിന്റെ തലയിടിക്കുന്നത് പോരാ മകളെ. വല്ല പറ്റിയടാ? സാരമില്ല. ഇതിപ്പോ ഞാൻ കാണിച്ച തന്നെ തെറ്റ്. ഞാൻ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ചേട്ടനും ചേച്ചി എൻ്റെ കൂടെ തന്നെ എപ്പോഴും നിൽക്കുമെന്ന്. ഇത് എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല. ഈ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ നിന്ന് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനൊരു താങ്ങാവില്ലോ എന്ന് വിചാരിച്ചിട്ടാ. മിക്കവാറും ഞാൻ എൻ്റെ പാർട്ണർഷിപ്പ് അങ്ങ് വിടും കേട്ടോ. നിനക്കൊക്കെ തൃപ്തിയാണേ? ആകെ വന്നേ ഉള്ളൂ എന്റെ കൂടെ നിൽക്കാൻ നാട്ട്. അതിന്റെ മണ്ട കലക്കി വിട്ടു. രണ്ടു രൂപ എന്റെ കണ്ടു പോ. നീ പറ്റുമോ? നീ കുഴപ്പമുള്ളത് വിടും. ഇന്നെ വിട്ടോ. പോടും.